KSRTA എടപ്പാൾ യൂണിറ്റ് കൺവെൻഷൻ എടപ്പാൾ KSRTC ഡിപ്പോയിൽ വെച്ച് നടന്നു. CITU ഘടകമായ KSRTEA എടപ്പാൾ യൂണിറ്റ് കൺവെൻഷൻ എടപ്പാൾ KSRTC ഡിപ്പോയിലെ ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ വെച്ച് നടന്നു. KSRTCA സംസ്ഥാന സെക്രട്ടറി സുജിത് സോമൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനങ്ങളിലും കൺവെൻഷനുകളിലും ആ ഒരു വർഷത്തെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നതോടൊപ്പം തന്നെ അടുത്ത ഒരു വർഷം എങ്ങനെയായിരിക്കണം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടത്, എന്ത് പ്രവർത്തനങ്ങളാണ് ഏറ്റെടുക്കേണ്ടത് എന്ന നിർദ്ദേശങ്ങളും ക്രോഡീകരിക്കുന്നതാണ് നമ്മുടെ സമ്മേളനങ്ങളും കൺവെൻഷനുകളുമെല്ലാം. അതുകൊണ്ട് തന്നെ 2 വർഷത്തിലൊരിക്കൽ സമ്മേളനമാണ് എന്നുള്ളത് കൊണ്ടാണ് അതിന്റെ വർഷത്തിന്റെ ഇടവേളകളിൽ കൺവെൻഷനുകൾ, യൂണിറ്റ് കൺവെൻഷനുകളും വാർഷിക ജനറൽ കോൺഫറൻസുകളും ചേരുന്നു. നമ്മുടെ ഈ കൺവെൻഷൻ ചേരുന്ന കാലഘട്ടത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അനുശോചനം വായിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. തുടക്കത്തിൽ നമ്മൾ അനുശോചനം പറഞ്ഞത് വയനാട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കാണ്. തലേ ദിവസം രാത്രി പിറ്റേ ദിവസം രാവിലെ മുതൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഓർത്ത്, പിറ്റേ ദിവസം ചെയ്തു തീർക്കേണ്ട കടമകളെ കുറിച്ച് ഓർത്ത് കിടന്നുറങ്ങിയവർ അടുത്ത ദിവസം നമ്മളോടൊപ്പം ഇല്ല എന്ന് പറയുമ്പോൾ ആ ഭീകരമായ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചു നോക്കും. നോക്കൂ, വയനാട്ടിൽ ആ ദുരന്തത്തിൽപ്പെട്ടവരുടെ ശരീരവും ശരീരാവശിഷ്ടങ്ങളും കിട്ടിയത് നിലമ്പൂരിൽ നിന്നോ അതിനുപുറത്തേക്കുള്ള വന സ്ഥലങ്ങളിൽ നിന്നോ ആണ്. അത്രയ്ക്ക് ഭീകരമായ ഒരവസ്ഥയാണ്. അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ജെയ്സൺ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി NK അബ്ദുറൌഫ് പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ PK ഗിരീഷ് വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. K സന്തോഷ്, PK കൈരളിദാസ്, KR രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. NCV ന്യൂസ് എടപ്പാൾ. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കായി ഇല്ലം നിറയും തൃപ്പുത്തിരിയും ആഗസ്റ്റ് 11 ഞായറാഴ്ച ആഘോഷിക്കുന്നു. ഇല്ലം നിറ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് ഭക്തിപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.